ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എരിശ്ശേരിയാണ്. ചേന കൊണ്ടുള്ള എരിശ്ശേരി. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു 600 ഗ്രാം ചേനയുണ്ട്, പിന്നെ ഒരു പിടി പയറെടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, പയർ നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കഴുകി വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. എരിശ്ശേരിക്ക് വേണ്ടിയുള്ള പയർ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ചേനയൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് ഇത്തിരി കറിവേപ്പിലയും 2 പച്ചമുളകും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചേന വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എരിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 150 ഗ്രാം തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി കുഴമ്പ് രൂപത്തിൽ അരയണ്ട, ഒരു മീഡിയം ടൈപ്പിൽ അരഞ്ഞാൽ മതി. നമ്മുടെ ചേന വന്ന് കുക്കർ തുറന്ന് നോക്കി നമുക്ക് ചെക്ക് ചെയ്യാം. ചേന വെന്ത് വന്നിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേന മാറ്റി കൊടുക്കാം. ചേന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പയർ ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് 2 മിനിറ്റ് അടച്ച് വേവിക്കാം. നമുക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് കടുക് വറക്കാൻ വേണ്ടി പാനെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ച ചെറുള്ളി. വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങയുടെ വറുത്ത് ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കാം. നമുക്ക് തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഏകദേശമൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങ വറുത്ത്
എടുത്തിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എരിശ്ശേരി റെഡി.